കുടക് ഗോണിക്കുപ്പയിലെ 50 ലക്ഷത്തിന്റെ കവർച്ച നടത്തിയത് RSS കൊട്ടേഷൻ നേതാവ് പേട്ട ദിനേശൻ. SFI നേതാവ് KV സുധീഷ് വധക്കേസിലെയും EP ജയരാജൻ വധശ്രമ കേസിലെയും CPIM പ്രവർത്തകൻ KP രവീന്ദ്രനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതിയായ ദിനേശൻ വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പരോളിലിറങ്ങിയാണ് കവർച്ച നടത്തിയത്. ദിനേശന്റെ കൂട്ടാളികളായ RSS പ്രവർത്തകരെ ഗോണിക്കുപ്പ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി PV കുട്ടൻ ചേരുകയാണ്. കുട്ടൻ, ഗുരുതരമായ ഒരു സ്വഭാവത്തിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. പോലീസിന്റെ ജയിലിലുണ്ടായിരുന്ന ഒരു പ്രതി ജാമ്യത്തിലിറങ്ങി ഒരു വലിയ കവർച്ച നടത്തി വീണ്ടും ജയിലിലേക്ക് മടങ്ങുന്ന സാഹചര്യം. ഈ സംഭവത്തിന്റെ പശ്ചാത്തലം എങ്ങനെയായിരുന്നു? എന്താണ് സംഭവിച്ചത്? വളരെ ഗൗരവമുള്ള വാർത്തയാണിത്. ഡിസംബർ 8-നാണ് കുടകിലെ ഗോണിക്കുപ്പയിൽ, കുടകിൽ നിന്നും മൈസൂരിലേക്ക് പോകുന്ന വഴിയിൽ ഗോണിക്കുപ്പയിൽ വലിയൊരു കവർച്ച നടന്നത്. 50 ലക്ഷം രൂപയുടെ കവർച്ചയാണ് നടന്നിരിക്കുന്നത്. അത് മൈസൂരിൽ സ്വർണ്ണാഭരണങ്ങൾ വിറ്റ പണവുമായി മടങ്ങുന്ന മലയാളികളുടെ സംഘത്തെയാണ് ഈ ഒരു കൊട്ടേഷൻ സംഘം ആക്രമിച്ച് അവരെ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് 50 ലക്ഷം രൂപ കവർന്നിരിക്കുന്നത്. RSSന്റെ കൊട്ടേഷന്റെ നേതാവായ RSS കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവായ പേട്ട ദിനേശന്റെ നേതൃത്വത്തിലാണ് ഈ വലിയ കവർച്ച നടന്നിരിക്കുന്നതെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. മലപ്പുറം സ്വദേശി ഷംജാദാണ് മൈസൂരിൽ സ്വർണ്ണാഭരണങ്ങൾ വിറ്റ പണവുമായി മടങ്ങുന്ന ഘട്ടത്തിൽ ഗോണിക്കുപ്പയിൽ വെച്ച് കവർച്ചയ്ക്ക് ഇരയായത്. സിനിമാ സ്റ്റൈലായിരുന്നു കവർച്ച. നിരവധി വാഹനങ്ങളിലാണ് പേട്ട ദിനേശനും സംഘവും ഇവരെ വളയുന്നതിന് വേണ്ടി എത്തിയത്. അങ്ങനെ നടു റോഡിൽ തടഞ്ഞു നിർത്തി വാഹനത്തിൽ നിന്നും പുറത്തിറക്കി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് ജംഷാദ് ഗോണിക്കുപ്പ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജംഷാദിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളെയും മർദ്ദിച്ചിരുന്നു. പിന്നീട് ഇവരെ വഴിയിൽ ഉപേക്ഷിച്ച ശേഷമാണ് ഈ പണവുമായി പേട്ട ദിനേശനും സംഘവും കടന്നു കളഞ്ഞത്. പോലീസിന്റെ അന്വേഷണത്തിലാണ് ഈ കവർച്ച നടത്തിയിരിക്കുന്നത്. പേട്ട ദിനേശനും അതോടൊപ്പം തന്നെ ദിനേശന്റെ കൂട്ടാളികളുമാണെന്ന് തെളിഞ്ഞിരിക്കുന്നത്. ദിനേശന്റെ കൂട്ടാളികളായ വീരാജ്പേട്ടയിലെ പ്രധാനപ്പെട്ട RSS പ്രവർത്തകരെ ഗോണിക്കുപ്പ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുടകിലെ സജീവ RSS പ്രവർത്തകരായ ഗണേഷ്, പ്രശാന്ത്, അതോടൊപ്പം തന്നെ മറ്റൊരു രമേശ് എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. പേട്ട ദിനേശന്റെ ഒരു ക്രിമിനൽ പശ്ചാത്തലം എന്ന് പറയുന്നത് കണ്ണൂരിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ RSSന് വേണ്ടി ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയ ആളാണ് പേട്ട ദിനേശൻ. SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും മികച്ച വിദ്യാർത്ഥി നേതാവുമായിരുന്ന KV സുധീഷിനെ അർദ്ധരാത്രി വീട് തകർത്ത് വീട്ടിനുള്ളിൽ കയറി മാതാപിതാക്കളുടെ കൺമുന്നിൽ വെച്ച് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതിയാണ് പേട്ട ദിനേശൻ. ആ കൊലപാതകം, KV സുധീഷിന്റെ കൊലപാതകം ഇന്നും കേരളത്തിൽ സജീവ ചർച്ചാ വിഷയമാണ്. വളരെ മൃഗീയമായിരുന്നു KV സുധീഷിനെ പേട്ട ദിനേശന്റെ നേതൃത്വത്തിലുള്ള സംഘം വെട്ടിക്കൊലപ്പെടുത്തത്. അതോടൊപ്പം തന്നെ CPIMന്റെ മുതിർന്ന നേതാവും ഇപ്പോൾ LDF കൺവീനറുമായ EP ജയരാജനെ വർഷങ്ങൾക്ക് മുമ്പ് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് മടങ്ങുന്ന ഘട്ടത്തിൽ തീവണ്ടിയിൽ വെച്ച് വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതിയും പേട്ട ദിനേശനാണ്. പ്രമാദമായ മറ്റൊരു കൊലക്കേസിൽ കൂടി ഇയാൾ പ്രതിയായിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിൽ വെച്ച് CPIM പ്രവർത്തകനായ കക്കട്ടിലെ KP രവീന്ദ്രനെ RSSകാർ കൊലപ്പെടുത്തിയിരുന്നു. ആ കൊലപാതകത്തിന് നേതൃത്വം നൽകിയതും പേട്ട ദിനേശന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു. അങ്ങനെ KV സുധീഷ് വധക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ഇപ്പോൾ വിയൂർ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയുകയാണ് പേട്ട ദിനേശൻ. ഈ തടവിനിടെ പരോളിൽ ഇറങ്ങിയാണ് കുടകിലെത്തി ഈ ഒരു വലിയ കവർച്ച പേട്ട ദിനേശൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ദിനേശന്റെ കൂട്ടാളികൾ തന്നെയാണ്, ദിനേശന്റെ നേതൃത്വത്തിലാണ് ഈ കവർച്ച നടന്നതെന്ന് ഗോണിക്കുപ്പ പോലീസിനോട് സമ്മതിച്ചിരിക്കുന്നത്. 4 കൂട്ടാളികൾ പിടിയിലായിട്ടുണ്ട്. ഈ 4 പേരും RSSന്റെ വീരാജ്പേട്ടയിലെ സജീവ പ്രവർത്തകരാണ്. കണ്ണൂർ, തലശ്ശേരി, കൂത്തുപറമ്പ് മേഖലകളിലെ ചില RSSന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകർക്ക് കൂടി ഈ കവർച്ചയിൽ പങ്കുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പേട്ട ദിനേശന്റെ ഒരു പശ്ചാത്തലം എടുത്ത് പരിശോധിച്ചാൽ നേരത്തെയും നിരവധിയായ പരാതികൾ ഇത്തരത്തിലുണ്ട്. പരോളിൽ ഇറങ്ങിയ ഘട്ടത്തിലൊക്കെ ചില കുറ്റകൃത്യങ്ങളിലും ക്രിമിനൽ പ്രവർത്തനങ്ങളുമൊക്കെ ഇടപെടുന്ന ഒരു പശ്ചാത്തലം പേട്ട ദിനേശനുണ്ട്. ഏതായാലും ദിനേശനെ ജയിലിലെത്തി അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുട്ടൻ സൂചിപ്പിച്ചതുപോലെ ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലമാണ്. അപ്പോൾ അത്തരം കേസുകളിൽ പ്രതിയായ ഒരാൾ ജാമ്യത്തിൽ ഇറങ്ങുന്ന ഘട്ടത്തിൽ ഒരു വലിയ കവർച്ച അത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. RSS നേതാവാണ്. RSSന്റെ ബന്ധം കുട്ടൻ പറയുന്നുണ്ട്. ഏത് നിലയിലാണ് ഇയാൾ RSSുമായി ഇതിനു മുൻപൊക്കെയും ബന്ധപ്പെട്ടിട്ടുള്ളത്? ആ നിലയിലുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? പിടിയിലായ മറ്റു പ്രതികളുടെ RSS ബന്ധം എങ്ങനെ? അസിത, പേട്ട ദിനേശൻ വീരാജ്പേട്ട സ്വദേശിയാണ്.
അയാൾ വർഷങ്ങൾക്ക് മുമ്പാണ് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിലേക്ക് എത്തുന്നത്. അവിടെ എത്തിയത് മുതൽ വലിയ രീതിയിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രവർത്തനങ്ങളിലാണ് പേട്ട ദിനേശൻ ഏർപ്പെട്ടിരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൊലപാതകങ്ങൾ, കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിദ്യാർത്ഥി നേതാവായ KV സുധീഷിന്റെ കൊലപാതകം, അതോടൊപ്പം തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് KP രവീന്ദ്രനെ കൊലപ്പെടുത്തിയ ആ കുറ്റകൃത്യം, EP ജയരാജനെ, ആ വിഷയമൊക്കെ ഇപ്പോഴും കേരളം സജീവമായി ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. രാഷ്ട്രീയ കേരളത്തിലേറെ കോളിളക്കമുണ്ടാക്കിയ പ്രമാദമായ കൊലപാതകങ്ങളും കൊലപാതക ശ്രമവും നടത്തിയ കേസിലെ പ്രതിയാണ് പേട്ട ദിനേശൻ. ആ ഘട്ടത്തിൽ കൂത്തുപറമ്പിൽ എത്തിയതിനു ശേഷം, വീരാജ്പേട്ടയിൽ നിന്നും കൂത്തുപറമ്പിലെത്തിയതിനു ശേഷം RSSന് വേണ്ടിയുള്ള സജീവമായ കൊട്ടേഷൻ പ്രവർത്തനങ്ങളും ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളും നടത്തി വരികയായിരുന്നു ദിനേശൻ. ആ ഘട്ടത്തിൽ തന്നെ കൂത്തുപറമ്പിലൊരു പോലീസ് ഉദ്യോഗസ്ഥനെ ബോംബെറിഞ്ഞ കേസിൽ ഇയാൾ പ്രതിയായിരുന്നു. അങ്ങനെ നിരവധിയായ ക്രിമിനൽ പ്രവർത്തനങ്ങൾ പേട്ട ദിനേശന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. കണ്ണൂരിലെ പല വിഷയങ്ങൾക്കകത്തും CPM പ്രവർത്തകരെ ആക്രമിച്ച പല സംഭവങ്ങളിലും പേട്ട ദിനേശൻ നേരിട്ടും അല്ലാതെയും പേട്ട ദിനേശന്റെ പ്രവർത്തികൾ ഉണ്ടായിരുന്നുവെന്ന് വിവരങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ പുറത്തു വന്നിരുന്നു. പിന്നീട് KV സുധീഷ് വധക്കേസുമായി ബന്ധപ്പെട്ട് കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. അങ്ങനെ വിയൂർ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയുകയാണ്. ഈ തടവിന്റെ ഭാഗമായി ഇടയിൽ പരോളിൽ വരും. ആ പരോളിൽ പുറത്തിറങ്ങിയ സമയത്താണ് ഇത്തരത്തിലുള്ള വലിയ കവർച്ച, വലിയ കുറ്റകൃത്യം പേട്ട ദിനേശൻ നടത്തിയിരിക്കുന്നത്. അസിത, കുട്ടനെ, ഇപ്പോൾ നമ്മൾ പ്രതിപാദിക്കുന്ന ഈ വിഷയം സംബന്ധിച്ച്, ഈ കവർച്ച സംബന്ധിച്ച് 50 ലക്ഷം രൂപ അത് ചെറിയ തുകയല്ല. മാത്രമല്ല, ഈ ഭാര്യയുടെ സ്വർണം വിറ്റ് തിരിച്ചു വരുന്ന ഘട്ടത്തിലാണ് ഈ പണം നഷ്ടമായത് എന്നൊക്കെയായിരുന്നു പരാതിക്കാരൻ നൽകിയിരുന്ന മൊഴി. അപ്പോൾ ഈ സംഭവത്തിലേക്ക് ഈ പേട്ട ദിനേശൻ ഉൾപ്പെട്ട സംഘം എത്തിയത് എങ്ങനെയാണ്? ഈ കളവ് പോയ പണം അത് ഇവരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? അത്തരം വിവരങ്ങൾ എങ്ങനെയാണ്? അസിത, ഇതിൽ 4 പേരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സംഭവം നടന്ന, കുറ്റകൃത്യം നടത്തി കവർച്ച നടത്തിയ ഉടൻ തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പേട്ട ദിനേശൻ ജയിലിലേക്ക് മടങ്ങിയിരുന്നു. ഈ പരോള് പൂർത്തിയാക്കി പേട്ട ദിനേശൻ ജയിലിലേക്ക് മടങ്ങിയിരുന്നു. 8-ാം തീയതിയാണ്, ഡിസംബർ 8-നാണ് ഈ ഗോണിക്കുപ്പയിൽ വെച്ച് ഇത്തരമൊരു കവർച്ച നടക്കുന്നത്. അന്ന് രാത്രി തന്നെ, അതിന്റെ പിറ്റേന്ന് പുലർച്ചെ, അതായത് ഷംജാദ് എന്ന് പറയുന്ന ആളാണ് പരാതിക്കാരൻ. അയാൾ മലപ്പുറം ജില്ലയിലെ ഒരു കോൺട്രാക്ടറാണെന്നാണ് കുടകിലെ പോലീസ് പറയുന്നത്. FIR-ലും അങ്ങനെയുള്ള വിവരങ്ങൾ തന്നെയാണുള്ളത്. അവിടെ നിന്നും ഈ ഷംജാദ് പിറ്റേന്ന് പുലർച്ചെയാണ് പരാതി നൽകുന്നത്. ആ ഘട്ടത്തിൽ തന്നെ കുടകിലെ പോലീസ്, ഗോണിക്കുപ്പ പോലീസ് ഊർജിതമായ രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. ആ അന്വേഷണത്തിന്റെ ഭാഗമായാണ് 4 പേരെ അവിടെ അറസ്റ്റ് ചെയ്തത്. ഈ 4 പേരും അവിടുത്തെ ഈ വീരാജ്പേട്ടയിലെ കുടകിലെ പ്രധാനപ്പെട്ട RSSന്റെ പ്രവർത്തകരാണ്. അതിൽ പലരും ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ നേരത്തെയും ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരാണെന്നാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അവിടെ ഗണേഷ്, അതോടൊപ്പം തന്നെ പ്രശാന്ത്, രമേഷ് ഇങ്ങനെ 4 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്, കസ്റ്റഡിയിലായിരിക്കുന്നത്. ഇവരിൽ നിന്നും ഏതാണ്ട് 5 ലക്ഷത്തോളം രൂപയും കുറച്ച് മൊബൈൽ ഫോണൊക്കെ പിടിച്ചെടുത്തു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ കർണാടക പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്.